എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ഷീലാമയെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ പോകുന്നത് ഷീലാമയാണ്. അപ്പോൾ പറയൂ, അമ്മയും മകളും അങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിച്ചത്. രണ്ടുപേരും ഒരേ ഡ്രസ് കോഡിലൊക്കെ എപ്പോഴും ഇങ്ങനെയാണോ നിങ്ങൾ? ഭയങ്കര ഫ്രണ്ട്സ് ആണോ നിങ്ങൾ? ഡ്രസ് കോഡ് ഡ്രസ് കോഡ് അങ്ങനെ അത് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ചെയ്തതാണ്. ആരാണ് കൂടുതൽ ഈ പാട്ടും ഡാൻസിനോടൊക്കെ ഭയങ്കര പാഷനേറ്റഡ് ആയിട്ട്, അമ്മയാണോ മകളാണോ? നമ്മൾ രണ്ടുപേരും ഉണ്ട്, ഒരേപോലെയാണ്. അപ്പോ ദിവ്യശ്രീ അല്ലേ? അപ്പൊ ദിവ്യശ്രീ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ട്. എത്ര വയസ്സ് മുതൽ? 10 വയസ്സ് മുതൽ 10 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്. ആ പാട്ട് വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടോ? അതേ പാട്ട് ഇൻസ്ട്രുമെന്റ് കോളേജിൽ പഠിച്ചിരുന്നപ്പോ വീണ പഠിച്ചിരുന്നു, അല്ലാതെ പഠിച്ചിട്ടില്ല. അത് ശരി. ഹൃദ്യക്കോ? ഹൃദ്യ എത്ര വയസ്സിലുള്ള പാട്ട് പഠിക്കാൻ? അമ്മയാണോ ആദ്യ ഗുരു? അതെ, അമ്മയാണ്. അപ്പൊ എത്ര വർഷമായിട്ട് പഠിക്കണു പാട്ട്? ഞാൻ ഒരു 6 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങി, ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നു. അതെ. ഷീലാമ്മയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത്? വളർന്നു വരുന്ന ഒരു കലാകാരികളാണ് രണ്ടുപേരും. ഈ പാട്ട് പഠിച്ചിട്ട് അമ്മയുടെ അടുത്ത് മാത്രമാണോ പഠിക്കുന്നത്, അല്ല പുറത്തു പോയി പഠിക്കുന്നത്? അല്ല, ഇപ്പൊ പുറത്ത് പോയി പഠിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അങ്ങനെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു, ഞാൻ വലിയൊരു ചിത്രമാതിരി ഒരു വലിയൊരു പാട്ടുകാരി ആവണമെന്ന് മനസ്സിനകത്ത് വിചാരിക്കണം. എന്നാലേ നമുക്ക് യു മസ്റ്റ് ഹാവ് സംബഡി, ഒരു ആരെങ്കിലും ഒരാളുണ്ടെങ്കിലേ നമ്മുടെ മനസ്സിൽ അങ്ങനെ വിചാരിക്കണം. ഈ ഫാമിലി ജീവിതവും കലാജീവിതവും ഒക്കെ ഒരുമിച്ച് മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹസ്ബൻഡാണ്. അദ്ദേഹം പാട്ടൊക്കെ പാടുന്ന ആളാണ്? അദ്ദേഹം കൂടുതൽ സാഹിത്യമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം രണ്ടുപേർക്കും. പേരെന്താണ് ചേട്ടാ? എന്റെ പേര് രാജ്മോഹൻ. രാജ്മോഹൻ കുവളശ്ശേരി എന്ന പേരിലാണ് എഴുതുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഭാര്യ, മക്കൾ രണ്ടുപേരും ഈ കലാപരമായിട്ട്. മോളുടെ പേര് പറഞ്ഞില്ലല്ലോ. ദേവനന്ദയ്ക്ക് പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇനി പഠിക്കുവോ? പഠിക്കും. ചേച്ചിയാണോ അമ്മയാണോ ബെസ്റ്റ് പാട്ടുകാരി? ചേച്ചി. ചേച്ചിയാണ്. അല്ലെങ്കിൽ ചേച്ചി വീട്ടിൽ പോയിട്ട് ശരിയാക്കും, അല്ലെങ്കിൽ ചേച്ചി നല്ല ചെവിക്കൊരു നുള്ളു കൊടുക്കുമായിരുന്നു. ശരി, അപ്പൊ കണ്ടതിൽ പരിചയപ്പെട്ടതിൽ സന്തോഷം. ഷീലാമ്മയ്ക്ക് എങ്ങനെയാണ് പാട്ടുകള് ഇഷ്ടമുള്ള ആളാണ്? പാട്ട് ഏറ്റവും ഇഷ്ടമുള്ള, അത് റേഡിയോ ഇല്ലാതെ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു നിമിഷം പോലും കഴിയില്ല. ഓ, അത് ശരി. പക്ഷേ എനിക്ക് ചെന്നൈയിൽ വന്ന് ഇവിടത്തെ കിട്ടുന്നില്ല, മലയാളം കിട്ടുന്നില്ല. അവിടത്തെ എല്ലാം കിട്ടും. റേഡിയോ എപ്പോഴും വേണം, എപ്പോഴും വേണം. നൈറ്റ് ഉറങ്ങുമ്പോൾ മാത്രം ഒരു 12 പാട്ട് കേട്ടിട്ട് അങ്ങനെ പാട്ട് എനിക്ക് എപ്പോഴും കേൾക്കണം, പാട്ട് കേട്ടോണ്ടിരിക്കണം എനിക്ക്. ഇപ്പൊ ഈ ഷീലാമ്മയ്ക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഇവര് പാടി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞ ഒരു 4 വരി പാടും അല്ലെ? ദിവ്യശ്രീ പാടും. ഏതെങ്കിലും പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും. അന്ന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഷീലാമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് 4 വരി. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലിട്ടു. ഈ പാട്ടറിയാമോ? ഈ പാട്ടുകളൊന്നും അറിയണ്ടാവില്ല അല്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അല്ല, ആ പാട്ട് നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും ഒരു പാട്ട് തനിച്ച് പാട് കേൾക്കട്ടെ. അറിയാവുന്ന പാട്, അമ്മയ്ക്ക് അറിയാവുന്ന ഒരു പാട്ട് പാട്. കുന്നിമണി ചെപ്പു തുറന്നിണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം, കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണി ചെപ്പു തുറന്നിണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം, കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. അടിപൊളി. ഈ പാട്ട് തന്നെ നിങ്ങൾ വന്ന് പാട് രണ്ടുപേരും, ഈ സെയിം പാട്ട്. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊൻമുളതൻ കാതിൽ മൂളും നേരം, കാത്തി
കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. ഗുരുവും ശിക്ഷയും നല്ല കാര്യമാണ്. അതെ, അതറിയാനായിരുന്നു ഷീലാമ്മ അങ്ങനെ രണ്ടുപേരെ കൊണ്ട് പാടിപ്പിച്ച്. ഇവര് തമ്മിലേ ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ട്. അതായത് എല്ലാം ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. പക്ഷെ അങ്ങനെയാണ് ഇവരത് പറയുന്നത്. എങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അമ്മയും മകളും പോലെ സ്ട്രിക്റ്റ് ഒന്നും അല്ല, ഭയങ്കര ഫ്രണ്ട്സ് ആണ്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം അമ്മയ്ക്ക്, അമ്മയുടെ എല്ലാ കാര്യങ്ങളും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്കതൊന്ന് ടെസ്റ്റും കൂടി ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്ത് പറയുന്നു? അതെ അതെ, കറക്റ്റായിട്ട്, തീർച്ചയായിട്ടും. ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമെന്ന് അറിയണമല്ലോ. അപ്പൊ അമ്മയോട് ചോദിക്കാം. അമ്മയോട് മകളുടെ ഇഷ്ടങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചോദിച്ചാൽ മകളിപ്പോ കേട്ടോണ്ടിരിക്കല്ലേ, ഉടനെ പറയുന്നില്ല. അല്ല, മകളപ്പൊ പറയാലോ, തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം, ശരി, കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന് പറയാം. ഈ ഹൃദയക്ക് മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള. ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളോ? ആണോ? ആണോ? അതും ഇഷ്ടമാണ്. എന്നാലും ഫേവറേറ്റ് ഏതാണ്? എനിക്ക് ദോശ. ഏതാണ് ഇഷ്ടം? ദോശ. ദോശയാണ് ഇഷ്ടം. സത്യം, പിള്ളേര് സത്യമേ പറയത്തുള്ളൂ. പിള്ള വായിൽ കള്ളമില്ലാതെ പറഞ്ഞത്. എനിക്ക് ദോശയാണ്, പക്ഷെ അമ്മ ചിക്കൻ ബിരിയാണി അയ്യോ അങ്ങനെ. നീ ദോശ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അമ്മയോട് ചോദിക്കാം. ഹൃദയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, പോവാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം ഏതായിരിക്കും? എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ദുബായ്. ദുബായ് പോകണമെന്ന് ഇഷ്ടമുണ്ട്. ആണോ ഹൃദയ? അല്ല, ഏതാ? ഫിൻലൻഡിൽ പോണം. ഫിൻലൻഡ്. ഭയങ്കര വ്യത്യാസം. ഇനി ഏറ്റവും അടുത്ത ഹൃദയയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആരാണ്? പുണ്യ. പുണ്യ എനിക്ക് 2-3 പേരുണ്ട്. 3 പേരുണ്ട്. അതിൽ ഒരാള് പുണ്യാണ്. ഓക്കെ, ഒരെണ്ണെങ്കിലും ശരിയായല്ലോ. അമ്മയ്ക്ക് ടെൻഷൻ ആയിട്ടോ. SLC പരീക്ഷയ്ക്ക് പോലും അമ്മ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. ഇനി നമുക്ക് മോളോട് ചോദിക്കാം. ഈ അമ്മയുടെ മനസ്സ് ഒരു മകൾ എന്ന നിലയിൽ എത്രത്തോളാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഓക്കെ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ചിക്കൻ ബിരിയാണി. അങ്ങനെ അതാണ് കൊച്ചിനെ അടിച്ചേൽപ്പിക്കുന്നത്. ആണോ? അമ്മയ്ക്ക് ചിക്കൻ ബിരിയാണി ആണോ? അങ്ങനെയല്ല, സ്വീറ്റ്സ് ആണ്. സ്വീറ്റ്സ് ആണ് ഇഷ്ടം. ചിക്കൻ ബിരിയാണി ഒന്നും വലിയ താല്പര്യമില്ല. അങ്ങനെയല്ല, സ്വീറ്റ്സ് ആയിട്ടുള്ള എന്തും കഴിക്കും. എന്തും കഴിക്കും. ഭയങ്കര ഇഷ്ടം സ്വീറ്റ്സ് ആണ്. ഇനി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പോവാനുള്ള ഒരു സ്ഥലം അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആൻഡമാൻ. ആണോ? കേട്ടോ, അത് കറക്റ്റ് ആയി. വെരി ഗുഡ്. മോള് പഠിച്ചു വെച്ചു അമ്മയുടെ ഇഷ്ടങ്ങള്. വെടിക്ക്. ഇനി അടുത്തത്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതായിരിക്കും? ഒരു സ്ഥലത്ത് പോകുമ്പോ ഏതൊരു ഡ്രസ്സിൽ പോകാനാണ് അമ്മയ്ക്ക് ഇഷ്ടം? സാരിയാണ്. കണ്ടോ? അപ്പൊ അതൊക്കെ മോൾക്കറിയാം. പാവം മോള് അമ്മയുടെ ഓരോ കുഞ്ഞു ആഗ്രഹങ്ങളും പഠിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ബോണ്ടിങ് ഗെയിം, ഇതൊരു കുഞ്ഞു ഗെയിം ആയിരുന്നു. ഇതിൽ ജയിച്ച മോൾക്ക് നമുക്കൊരു കപ്പ് സമ്മാനമായിട്ട് കൊടുക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു കപ്പാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇതിൽ ഷീലാമ്മ ഒരു സൈനും കൂടി ചെയ്യണം.